ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ യാത്ര നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിലേക്കാണ് കേട്ടോ. ജർമ്മനിയിലെ ഡ്രെസ്ഡനിൽ നിന്നാണ് നമ്മളുടെ യാത്ര ആരംഭിക്കുന്നത്. ഡ്രെസ്ഡനിൽ നിന്നും ബെർലിനിലോട്ടാണ് നമ്മുടെ ഈ ട്രെയിൻ യാത്രയിലെ മനോഹരമായ ചില കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പൂത്ത് നിൽക്കുന്ന മഞ്ഞപ്പൂക്കൾ കടുക് പാടങ്ങളാണ് കേട്ടോ. ഈ മഞ്ഞയും പച്ചയും ഇടകലർന്ന് നിൽക്കുന്ന ഈ പാടങ്ങൾ കണ്ടുകൊണ്ടുള്ള യാത്ര വളരെ മനോഹരമായ ഒരു യാത്രയായിരുന്നു കേട്ടോ. ബെർലിനിൽ നിന്ന് നമുക്ക് ഫ്ലൈറ്റ് യാത്രയാണ് കേട്ടോ. അത് ഞാൻ കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. വളരെ ചുരുങ്ങിയ സമയമുള്ളൂ. 1 hour കൊണ്ട് നമുക്ക് ആംസ്റ്റർഡാം എത്താൻ പറ്റും ബെർലിനിൽ നിന്ന്. അങ്ങനെ 1 മണിക്കൂറുള്ള യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ആംസ്റ്റർഡാമിലെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി പുറത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ നടന്ന് എയർപോർട്ടിൻ്റെ പുറത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ മുന്നിലായിട്ട് ആംസ്റ്റർഡാം എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. എല്ലാവരും അതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങളും അവിടെ പോയി നിന്ന് 2-3 ഫോട്ടോസൊക്കെ എടുത്തു. എയർപോർട്ടിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ടാക്സി സ്റ്റാൻഡ് ഉണ്ട്. ഞങ്ങൾ അവിടുന്ന് ഒരു ടാക്സി എടുത്ത് ഹോട്ടലിലോട്ട് പോയി. ഇന്റർസിറ്റി ഹോട്ടലിലാണ് കേട്ടോ ഞങ്ങളുടെ സ്റ്റേ. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി. നമുക്കിനി ഹോട്ടലിലെയും റൂമിലെയും കുറച്ച് കാഴ്ചകളൊക്കെ കാണാം.
അങ്ങനെ നമ്മൾ റൂമിലെത്തി. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു നല്ല ഒരു റൂമാണ് കേട്ടോ. റൂമിൽ നിന്ന് പുറത്തോട്ട് നോക്കിയാൽ കാണുന്ന കാഴ്ചയാണ് കേട്ടോ അത്. നല്ല അടിപൊളി വ്യൂ. ഈ കട്ടലിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്ന ഡിസൈൻ കണ്ടോ? അതെന്താണെന്നറിയോ? ആംസ്റ്റർഡാമിന്റെ റൂട്ട് മാപ്പാണ് കേട്ടോ അത്. നല്ല ഐഡിയ അല്ലേ? ഇന്ന് നമുക്ക് യാത്രാക്ഷീണം ആയതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ പ്ലാനൊന്നുമില്ല. ഒന്ന് റീഫ്രഷ് ആവണം, ഡിന്നർ കഴിച്ചിട്ട് കിടന്നുറങ്ങണം, നല്ല റെസ്റ്റ് എടുത്തിട്ട് നാളെയാണ് നമ്മൾ ആംസ്റ്റർഡാം ഫുൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് നമുക്കിപ്പോൾ കുറച്ച് നേരം പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിരിക്കാം. പുറത്തെ ഈ വെളിച്ചം കണ്ടിട്ട് നിങ്ങൾ ഉച്ച സമയം പോലെ തോന്നുന്നുണ്ടാവൂല്ലേ? പക്ഷെ അല്ല, രാത്രി ഏകദേശം 7 മണി ആവാറായി. ഇവിടെ സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് നമുക്ക് അറിയാലോ, യൂറോപ്പിൽ ഡേ ടൈം കൂടുതലും നൈറ്റ് കുറവായിരിക്കും. സോ ഞങ്ങൾ ഡിന്നർ കഴിച്ച് കിടക്കാനുള്ള പ്ലാനാണ്. ഒരു ദിവസം രാവിലെ നേരത്തെ എണീറ്റ് ഞങ്ങൾ റെഡിയായി ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി. ഞങ്ങൾ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ടൂലിപ്പ് ഗാർഡൻ കാണാൻ പോവാന്നുള്ളതാണ്. സോ ഞങ്ങൾ ഇതാ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ബസ് സ്റ്റോപ്പിലേക്ക്. ഇവിടെ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് 3 ദിവസത്തിനോ 2 ദിവസത്തിനോ ഒക്കെ ആയിട്ട് ഒരുമിച്ച് ടിക്കറ്റ് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഞങ്ങളെടുത്തത് 48 അവേഴ്സിനുള്ള 30 യൂറോൻ്റെ ടിക്കറ്റാണ്. ഇപ്പം ഞങ്ങളെടുത്ത ഈ 30 യൂറോൻ്റെ 48 അവേഴ്സിനുള്ള ടിക്കറ്റ് നമുക്ക് ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ എടുക്കുന്നതാണ് നമുക്ക് എന്താ പറയുക ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും യൂസ്ഫുള്ളും ആയിട്ടുള്ള കാര്യം. എന്താണെന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യം ടിക്കറ്റ് എടുക്കുന്നത് നമുക്ക് വളരെ നഷ്ടം. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു ഓഫർ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ഇങ്ങനെ സ്ഥലം കാണാൻ വരുന്നവർക്ക്, നമ്മളിപ്പോൾ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും. ഞങ്ങൾ ചുറ്റുപാടൊക്കെ ആസ്വദിച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബസ് സ്റ്റോപ്പിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഞങ്ങളതിനെ ബസ്സിൽ കയറി ടൂലിപ്പ് ഗാർഡൻ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഞാൻ വളരെ മൂഡ് ഓഫാണ്. കാരണം ഞങ്ങൾ ബസ്സിൽ കയറാൻ വന്ന സമയത്താണ് അറിഞ്ഞത് ടൂലിപ്പ് ഗാർഡനിൽ അവിടെ ഭയങ്കര ഓവർ ക്രൗഡ് ആയതുകൊണ്ട് ടിക്കറ്റ് എല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണെന്ന്. ഞങ്ങൾ ഒരു ബോർഡ് കാണാൻ ഉണ്ടായത്. അതിനുശേഷം ഞാൻ അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോഴും പറഞ്ഞു ഉറപ്പില്ല, ചിലപ്പോഴേ ടിക്കറ്റ് കിട്ടുള്ളൂ എന്ന്. ഒരു ഭാഗ്യപരീക്ഷണം പോലെയാണ് കേട്ടോ ഞങ്ങൾ ഈ യാത്ര ചെയ്യാൻ പോകുന്നത്.
അവിടെ എത്തിയിട്ട് ടിക്കറ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറാം എന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എക്സൈറ്റ്മെൻ്റ് ആണോ സങ്കടമാണോ എന്നൊന്നും അറിയാത്തൊരവസ്ഥ. അവിടെ പോയിട്ട് ഇനി ടിക്കറ്റ് ഇല്ല, ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഞാൻ വല്ലാണ്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഒന്നും കുഴപ്പമില്ല, നമുക്ക് നോക്കാം, നമുക്ക് ടിക്കറ്റ് കിട്ടുവാണെങ്കിൽ കാണാമല്ലോ, ഇപ്പോഴേ എന്തിനാ ടെൻഷൻ അടിക്കണേന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ തുലിപ് ഗാർഡൻ്റെ എൻട്രി ഗേറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കണം ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുമോ ഇല്ലയോ, അവർ ക്ലോസ് ചെയ്തോ. ഓവർ ക്രൗഡഡ് ആയതുകൊണ്ടാണ് ടിക്കറ്റ് ക്ലോസ് ചെയ്തതെന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഇനി ഇവിടുത്തെ അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇനി ടിക്കറ്റ് അവർ തരില്ല എന്ന് പറയുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകേണ്ടി വരും. എന്തായാലും ഞാൻ പുറത്തെ കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് ഉള്ളിൽ കയറാൻ പറ്റുമോ, ടിക്കറ്റ് കിട്ടിയോ എന്നുള്ളതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ ഫ്രം SK.